ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സയൻസ് ഹോം. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നമുക്ക് പണ്ട് ഉത്സവത്തിനൊക്കെ മേടിക്കാനായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന തിരി കത്തിച്ച് വെക്കുന്ന ബോട്ടാണ്. അതിന് പോപ്പോ ബോട്ട് എന്ന് പറയും, അതുപോലെ തന്നെ പുട്ട് ബോട്ട് എന്ന് പറയും. അങ്ങനെ പല പല പേരുകളുണ്ട് ആ ബോട്ടിന്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് കുറച്ച് പ്ലാസ്റ്റിക്കും കുറച്ച് കുപ്പിയും കുറച്ച് ക്യാനും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഒരു പോപ്പോ ബോട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ബോട്ട് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും അത് ഏറെക്കുറെ ഇങ്ങനെ ഇരിക്കും, കണ്ടല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന ബോട്ട്. ഓക്കെ, അപ്പോൾ ഒരു നല്ല റെഡ് ബോട്ടാണ്. ഈ ഒരു സാധനമാണ് ഇതിൻ്റെ എൻജിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലാണ് ഫുൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞ് നീട്ടൊന്നുമില്ല, നമുക്ക് നേരെ ഈ സാധനം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ബോട്ട് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബോട്ടിൻ്റെ ലുക്ക്. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വെള്ളത്തിനകത്ത് വെച്ചൊന്ന് ഓടിച്ച് നോക്കാം. തിരിയൊക്കെ കത്തിച്ച് വെച്ച് വർക്ക് ചെയ്യുന്നതൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ എൻജിനുള്ളിൽ ഫുള്ളായിട്ട് വെള്ളം നിറയ്ക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഹോളിനകത്തൂടെ ഇതിനകത്തോട്ട് ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ ഇതിനകത്ത് വെള്ളം നിറഞ്ഞ് വരണം.
പണ്ട് ഈ സാധനം ഉത്സവത്തിനൊക്കെ മേടിക്കുമ്പോഴത്തേക്കും ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഈ തീ കത്തുന്ന ഈ സാധനത്തിനകത്ത് എന്നതാണ്. അപ്പോൾ ഇപ്പം മനസ്സിലായില്ലേ എന്നാ സാധനം. അതിനകത്തൊന്നുമില്ല, വെറും ഒരു ഹോളോ ആയിട്ടുള്ളൊരു ട്യൂബാണ്. ആ ട്യൂബ് വന്നേക്കുന്ന ചെറിയൊരു മുഴുത്തൊരു ചേമ്പറിലോട്ട്, അവിടുന്ന് അടുത്ത ട്യൂബ് പുറത്തോട്ട്. അപ്പോൾ നമ്മളൊരു പൾസ് ജെറ്റ് എഞ്ചിൻ എന്ന് വേണം പറയാം. അങ്ങനെയാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന എഞ്ചിനുകൾക്ക് പറയുന്ന പേര്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിൽ തിരി കത്തിച്ച് വെക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ഈ ചേമ്പറിനകത്തുള്ള വെള്ളം തിളയ്ക്കും. അപ്പോൾ കുറച്ച് വാട്ടർ വേപ്പർ ഉണ്ടാവും. ആ വാട്ടർ വേപ്പർ ഇതിനകത്തുള്ള ബാക്കി വെള്ളത്തിനെ പുറത്തോട്ട് തള്ളും. പിന്നെ ആ പ്രഷർ വേരിയേഷൻ കാരണം കുറച്ച് വെള്ളം തിരിച്ചകത്തോട്ട് കയറും. അങ്ങനെയൊക്കെ കുറച്ച് പരിപാടിയൊക്കെ നടന്നിട്ടാണ് ഈ സാധനം മുന്നോട്ട് തള്ളിവിട്ട് മുന്നോട്ട് ഓടുന്നത്. നമ്മുടെ ബോട്ടിൻ്റെ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു കാര്യം മനസ്സിലായി, നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമേ ഉള്ളൂ. ഇതുപോലൊരു പോപ്പോ ബോട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ പോപ്പോ ബോട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.